ഇന്ധനക്ഷാമം കുറയ്ക്കാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഒന്നായ കാർ പൂളിംഗ് അതെന്താണ്? നമ്മുടെ യുവാക്കൾക്കിടയിൽ എത്രത്തോളം അത് പ്രചാരത്തിലുണ്ടെന്നും എത്രത്തോളം പ്രായോഗികമാണെന്നും നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഷഹബാസ് അഹമ്മദ് ചേരുന്നുണ്ട്. ഷഹബാസ്, എന്താണ് ഈ കാർ പൂളിംഗ്? ഇതൊക്കെ മലയാളികൾക്കിടയിൽ സാധ്യമാവുന്ന കാര്യമാണോ? ഇന്ധനക്ഷാമം കുറയ്ക്കാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് കാർ പൂളിംഗ്. ഒരേ സ്ഥലത്തേക്ക് സ്ഥിരമായി സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന 5 പേരിൽ 4 പേർ സ്വന്തം വാഹനം മാറ്റിവെച്ചുകൊണ്ട് ഒരു കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന രീതിയാണ് കാർ പൂളിംഗ്. ഒരുപാട് ഗുണങ്ങളാണ് കാർ പൂളിംഗ് കൊണ്ടുള്ളത്. കാർ പൂളിംഗ് എത്രത്തോളം പ്രായോഗികമാണെന്ന് പരിശോധിക്കാൻ നമ്മൾ എത്തിയിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്ക് ക്യാമ്പസിലാണ്. ചേട്ടാ, ഈ കാർ പൂളിംഗ് ചെയ്യലുണ്ടോ? എങ്ങനെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനൊക്കെ നല്ലതാണ്? നല്ല ഉപകാരമുള്ളതാണ്. ഓഫീസിൽ ചെയ്യലുണ്ട്. എന്താ കാർ പൂളിംഗ് ഉപയോഗിക്കലുണ്ടോ? ആ രീതി കാർ പൂളിംഗ് ഉപയോഗിക്കലുണ്ട്. വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കലും അതേപോലെ ഫ്യൂവലിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിലും പിന്നെ അതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പാർട്ട് നമ്മൾ അറിയണം. എല്ലാവരും നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാത്തവരെ നമുക്ക് കയറ്റാനൊന്നും പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ ഓഫീസിൽ ചെയ്യലുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ കാർ പൂളിംഗ് വന്നാൽ ഇന്ധന ആവശ്യകത കുറയുമില്ല? അതെ, അത് വളരെ നല്ലൊരു ആശയമായിരിക്കും അത് തോന്നുന്നു. കാരണം നമുക്ക് ഓരോരുത്തരും വണ്ടിയിൽ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു പൂൾ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു വണ്ടി എന്നുള്ളത് 4 ആൾക്കൊരു വണ്ടി എന്നുള്ളതിലേക്ക് മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ധനക്ഷാമത നമുക്കതിൽ നിന്ന് പരിഹരിക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എന്താണ് ചേട്ടാ കാർ പൂളിംഗ് നല്ലതല്ലേ? അതെ, കാർ പൂളിംഗ് നല്ലതാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ നമ്മൾ 4 ആൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാർ തന്നെ എടുക്കുക. സോ നമുക്ക് പെട്രോളും ഈ പൊല്യൂഷൻ അതൊക്കെ ഇല്ലാണ്ട് നമ്മൾ കുറച്ച് സേവ് ഒക്കെ ചെയ്യാം. നിങ്ങളെങ്ങനെ ഓഫീസിലേക്ക് വരുന്നത്? ഞങ്ങളിങ്ങനെ ബൈക്കിനൊക്കെയാണ് വരുന്നത്. ബൈക്ക് പൂളിംഗ് ആണ്? ബൈക്ക് പൂളയിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് ബൈക്കിൽ വരും? ഫ്രണ്ട്സ് ഒന്നിച്ച് വരും. 2 ആൾ വെച്ചിട്ട് അങ്ങനെ വരും. ഇപ്പോൾ 2 ആളെ വണ്ടി ഉണ്ടെങ്കിൽ ഒരാൾ വണ്ടി 2 പേരും കൂടെ ഷെയർ ചെയ്ത് ഇങ്ങോട്ട് വരും. അതേപോലെ റിട്ടേൺ അങ്ങനെ തന്നെ ഞങ്ങൾ അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ റിട്ടേൺ പോകും. അപ്പോൾ നമുക്ക് പെട്രോളൊക്കെ ലാഭിക്കാൻ പറ്റും. ഇന്ധനക്ഷാമം മൂലം സ്വന്തം വാഹനം നിർത്തിയിടേണ്ടി വരുന്ന സാഹചര്യത്തോട് പല യുവാക്കൾക്കും വിയോജിപ്പുണ്ട്. അപ്പോഴും കാർ പൂളിംഗ് അടക്കമുള്ളവ പ്രായോഗികമായി വന്നാൽ എല്ലാ കാലത്തും അത് ഗുണമാകുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം യുവാക്കളുടെയും അഭിപ്രായം. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിയോടൊപ്പം റിപ്പോർട്ടർ ഷഹബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. നല്ലതാണെങ്കിൽ പുതിയ രീതികൾ വരട്ടെ എന്നാണ് പറയാനുള്ളത്. അതിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ആശങ്കയുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സ്വന്തം വണ്ടി എടുത്ത് ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും ഒരുമിച്ച് പോകുന്നതായിരിക്കുമെന്ന് പലർക്കും അഭിപ്രായമുണ്ടാകും. പക്ഷേ ചിലർക്കെങ്കിലും വ്യത്യസ്തമായിരിക്കും. ഒറ്റയ്ക്ക് പോകുന്നതാണ് താല്പര്യം. എല്ലാവരുടെയും കൂടെ പോവേണ്ട എന്നുള്ളവരും ഉണ്ടാകും. ഇതൊക്കെ ഓരോ വ്യക്തികൾക്കനുസരിച്ച് കൂടിയായിരിക്കും. ഷഹബാസാണ് എന്തായാലും ആ ഒരു സംവിധാനം എന്താണെന്ന് വിശദീകരിച്ചത്.